ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1991 ജനുവരി മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. സൂപ്പർ താര ചിത്രങ്ങൾ മാറി നിന്ന 91 ജനുവരിയിൽ ക്ലാസിക് ചിത്രങ്ങളും രണ്ടാംനിര നായകന്മാരുടെ ചിത്രങ്ങളുമാണ് റിലീസ് ചെയ്തത്. ആകെ 7 മലയാള ചിത്രങ്ങളാണ് 91 ജനുവരിയിൽ പുറത്തിറങ്ങിയത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 91 ജനുവരിയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സൗഹൃദം. മുകേഷ്, സായികുമാർ എന്നിവരെ നായകന്മാരാക്കി സുനിത പ്രൊഡക്ഷൻസ് ഒരുക്കിയ ഈ ചിത്രം ഒരു ഫാമിലി കോമഡി എന്റർടൈനർ ആയിരുന്നു. ജനുവരി 10 റിലീസ് ചെയ്ത സൗഹൃദത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം കലൂർ ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ഉർവശിയും പാർവതിയും നായികമാരായി എത്തിയ ഈ ചിത്രം തരക്കേടില്ലാത്ത ചിത്രമെന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായ പ്രകടനം കാഴ്ചവെച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു സൗഹൃദം. സുകുമാരൻ, സരിത, ജഗതി ശ്രീകുമാർ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ശ്യാം ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 91 ജനുവരിയിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജാനുവരി 11 റിലീസ് ചെയ്ത ഞാൻ ഗന്ധർവൻ. ക്ലാസിക് ചിത്രങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന പത്മരാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം അദ്ദേഹത്തിന്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു. മഹാഭാരതം സീരിയലിൽ കൃഷ്ണനായി വേഷമിട്ട് ഏവരുടെയും മനം കവർന്ന നിതീഷ് ഭരദ്വാജ് ആദ്യമായി മലയാളത്തിൽ നായകനായി എത്തിയ ഈ ചിത്രം ഒരു ഫാന്റസി റൊമാന്റിക് ഡ്രാമയായിരുന്നു. ഗുഡ് നൈറ്റ് ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ സുവർണ ആനന്ദായിരുന്നു നായികയായി വേഷമിട്ടത്. പുതുമയാർന്ന ഒരു പത്മരാജൻ ചിത്രം എന്ന രീതിയിൽ ഏറെ ഹൈപ്പ് നേടിയെടുത്ത ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല. പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രം ആവറേജ് വിജയം കരസ്ഥമാക്കി. പത്മരാജൻ തന്നെ തിരക്കഥ ഒരുക്കിയ ഈ ചിത്രത്തിൽ ജോൺസന്റെ അതിമനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 91 ജനുവരിയിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജാനുവരി 11 തന്നെ റിലീസ് ചെയ്ത അപൂർവം ചിലർ. ഇന്നസെന്റ്, ജഗതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കല അടൂർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. റിലാസ് കമ്പൈൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥാതിരകഥ സംഭാഷണം SN സ്വാമിയായിരുന്നു നിർവഹിച്ചിരുന്നത്. സായികുമാർ, അശോകൻ, ജഗദീഷ്, ഗണേഷ് കുമാർ, മണിയൻപിള്ള രാജു തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ പാർവതിയായിരുന്നു നായിക. ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാതെ പോയ അപൂർവം ചിലർ തരക്കേടില്ലാത്ത ചിത്രമെന്ന പേര് നേടിയെങ്കിലും പ്രേക്ഷകർക്കിടയിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. ജോൺസൺ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 91 ജനുവരിയിലെ അടുത്ത ചിത്രമായിരുന്നു ജനുവരി 18 തിയേറ്ററുകളിലെത്തിയ എന്നും നന്മകൾ. കുടുംബ പ്രേക്ഷകരുടെ സംവിധായകൻ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിയുടെ ടച്ചുള്ള ഒരു ഫാമിലി ഡ്രാമ ചിത്രമായിരുന്നു. ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ജയറാമും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. ശാന്തി കൃഷ്ണ നായികയായി എത്തിയ എന്നും നന്മകളിൽ ശാരി, ശരണ്യ, KPSC ലളിത, ഇന്നസെന്റ്, ജഗദീഷ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. രഘുനാഥ് പലേരി കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ എന്നും നന്മകൾ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അണിയിച്ചൊരുക്കിയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത വിജയം കൈവരിക്കാനായി. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച എന്നും നന്മകൾ അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 91 ജനുവരിയിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജാനുവരി 25 റിലീസ് ചെയ്ത ഗാനമേള. മുകേഷിനെ നായകനാക്കി അമ്പിളി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു മുഴുനീള കോമഡി ചിത്രമായിരുന്നു. ഗീതാ വിജയൻ നായികയായെത്തിയ ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, ജഗദീഷ്, സിദ്ദിഖ്, മാള രവീന്ദ്രൻ, പറവൂർ ഭരതൻ, മീന തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരന്നിരുന്നു. അമ്പിളി സിനിയാർട്സ് നിർമ്മിച്ച ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. ജഗദീഷ് കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രവീന്ദ്രനും AT ഉമറും ജെറി അമൽദേവും ചേർന്നായിരുന്നു നിർവഹിച്ചിരുന്നത്. 1991 ജനുവരി മാസം പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജനുവരി 25 തിയേറ്ററുകളിലെത്തിയ പെരുന്തച്ചൻ. തച്ചുശാസ്ത്രത്തിന്റെ അവസാന വാക്കായ പെരുന്തച്ചനെ വെള്ളിത്തിരയിലേക്ക് എത്തിച്ചത് സംവിധായകനായ അജയനായിരുന്നു. തിലകൻ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം MT വാസുദേവൻ നായരായിരുന്നു നിർവഹിച്ചിരുന്നത്. ഭാവചിത്രയുടെ ബാനറിൽ G ജയകുമാർ നിർമ്മിച്ച ഈ ചിത്രത്തിലൂടെയാണ് തമിഴിലെ പ്രശസ്ത നടനായ പ്രശാന്ത് ആദ്യമായി മലയാളത്തിൽ അരങ്ങേറ്റം
അരങ്ങേറ്റം കുറിച്ചത്. തിലകന് 90-ലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അജയന് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രം കലാപരമായി ഏറെ മുന്നിൽ നിന്ന ചിത്രമായിരുന്നു. ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ സ്വാധീനം ചെലുത്തിയില്ല എങ്കിലും പെരുന്തച്ചൻ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. നെടുമുടി വേണു, വിനയ് പ്രസാദ്, മോനിഷ, മനോജ് കെ ജയൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 91 ജനുവരിയിലെ അവസാനത്തെ ചിത്രമായിരുന്നു ജനുവരി 31 തിയേറ്ററുകളിലെത്തിയ ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ. മേരി മാതാ ക്രിയേഷൻസ് നിർമ്മിച്ച ഈ ചിത്രം പോൾ ബാബു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഷാജി പാണ്ഡവത്തിന്റെ കഥയ്ക്ക് ജോൺ പോൾ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിൽ കക്ക രവിയായിരുന്നു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കാർത്തിക ഏറെ കാലത്തിന് ശേഷം നായികയായി എത്തിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, MG സോമൻ, അശോകൻ, KR വിജയ, ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ വമ്പൻ പരാജയമേറ്റു വാങ്ങിയ ചിത്രമായിരുന്നു ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ. ഔസേപ്പച്ചനായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 91 ജനുവരിയിൽ പുറത്തിറങ്ങിയ 7 ചിത്രങ്ങളിൽ ഒരു ചിത്രം പോലും ഹിറ്റ് സ്റ്റാറ്റസ് നേടിയില്ല. 3 ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു. ബാക്കി ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. ഇത്രയുമാണ് 91-ലെ ജനുവരി മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.